പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും കിട്ടാറില്ല. പിന്നെ പിന്നെ ഞാനത് ഈ അവാർഡോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. നമുക്ക് വരുന്ന പാട്ടുകൾ, കിട്ടുന്ന പാട്ടുകൾ നീറ്റായിട്ട് വൃത്തിയായിട്ട് പാടുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതിന് ശേഷം അവാർഡ് കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. എനിക്ക് പറ്റിയൊരു പാട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ ക്വിറ്റ് ചെയ്യാണ് പറഞ്ഞു. എനിക്ക് സാർ ഒരു 2-3 സെക്കൻഡ് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ക്രെഡിറ്റ് എം ജയചന്ദ്രൻ സാറിന് തന്നെയാണ്. ലാലി ലാലി ലേലോ ലാലി 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 ലേലോ. പ്രത്യേക ഫീലാണ് കേട്ടോണ്ടിരിക്കാൻ തന്നെ. താങ്ക് യു. ബിഗ് ബി എന്ന് പറഞ്ഞ മൂവിക്കാണ്, മമ്മൂക്കയുടെ മൂവിയാണ്. ആദ്യം പാടുന്ന ബിഗ് ബി ഡെബ്യൂ മൂവി മമ്മൂക്കയുടെ മൂവിയാണ്. मन न माने कोई दुनिया सारे मेरे इश्क की है दीवानी अब दिल करता है हौले हौले से मैं तो खुद को गले लगाओ. സ്കൂൾസിലും വീടുകളിലും കുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ പറഞ്ഞ് ബോധവൽക്കരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെപ്പോലെയുള്ളൊരു മനുഷ്യജീവിയുമാണ് സ്ത്രീകളും എന്നുള്ളൊരു പെൺകുട്ടികളും എന്നുള്ളത്. വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൂടെ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാരണം എന്താ വെച്ചാൽ എനിക്കൊരു മോളാണ്. ഓരോ ദിവസവും വളരെ ടെൻഷനോട് കൂടിയാണ് എല്ലാ അച്ഛനമ്മമാരും പെൺകുട്ടികളെ പുറത്തേക്ക് വിടുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒറ്റയ്ക്ക് പോകേണ്ട. ഇപ്പോൾ ഞാനാണെങ്കിലും പല സ്ഥലത്തും ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. പേടിയോടെയാണ് പോകുന്നത്. പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ പറ്റൂ. പിന്നെ സെൽഫ് ഡിഫെൻസ് ഒക്കെ പഠിക്കുക, കരാട്ടെ പഠിക്കുക. അതൊക്കെ നമ്മൾ പെൺകുട്ടികൾ കൂടുതൽ സ്ട്രോങ് ആവുക. ഹായ്, ഹലോ, നമസ്കാരം. B4 Blazeലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്കെല്ലാം സുപരിചിതമായ ഒരു സിംഗറാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയായിരിക്കാം. ഇപ്പോൾ ഒരു അവാർഡ് കിട്ടി നല്ലൊരു ഒരു ഒരു എന്താ പറയുക, നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മൃദുല വാര്യറാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ അവാർഡ് കിട്ടി, ഇപ്പോൾ എങ്ങനെ പോകുന്നു? വളരെ സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അവാർഡായതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അത് പറഞ്ഞിരുന്നു, അറിഞ്ഞില്ല, ഇവിടെ ഇല്ലായിരുന്നു, ട്രെയിനിലെന്തോ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അറിഞ്ഞത്. അതെ, ഞാൻ കാലിക്കറ്റ് പോയതായിരുന്നു. എൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഏകദേശം ഓക്കെ ആയി, ഡിസ്ചാർജൊക്കെ ആണെന്ന്. അന്ന് വൈകിട്ട് ഡിസ്ചാർജ് ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങി. അപ്പോൾ തൃശ്ശൂർ എത്താനായപ്പോഴാണ് ഒരു കോൾ വന്നത്, മീഡിയയിൽ നിന്നാണ് കോൾ വന്നത്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഈ അവാർഡ് ഡിക്ലറേഷനോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അമ്മയുടെ അസുഖം, ആ ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ പെട്ടെന്ന് കൺഗ്രാജുലേഷൻ, എന്തിനാണ് ഈ കൺഗ്രാറ്റ്സ് പറയുന്നതെന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവാർഡ് കിട്ടിയത് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്തോ അങ്ങനെ ചോദിച്ചപ്പോഴാണ്, അവർ പറഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കോൾസ് വന്നു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമെന്ന്? ഇല്ല, സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും കിട്ടാറില്ല. പിന്നെ പിന്നെ ഞാനത് ഈ അവാർഡോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. നമുക്ക് വരുന്ന പാട്ടുകൾ, കിട്ടുന്ന പാട്ടുകൾ നീറ്റായിട്ട് വൃത്തിയായിട്ട് പാടുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അതിന് ശേഷം അവാർഡ് കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇപ്പോൾ നേരത്തെ ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ഇതായിട്ടുണ്ടായിരുന്നു, കിട്ടി. അതെ. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പോൾ ഏതിനാണ് ഏറ്റവും മധുരം കൂടുതൽ? തീർച്ചയായിട്ടും സ്റ്റേറ്റ് അവാർഡിനാണെന്ന് അറിയാം, എങ്കിലും തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞാൽ രണ്ടിനും മധുരമുണ്ട്. കാരണം ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ആ സമയത്താണ് ആ ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടുന്നത്. അപ്പോൾ ഞാനൊരു 1-2 അല്ലെങ്കിൽ 3-4 പാട്ടുകളൊക്കെ പാടിയിരിക്കുന്ന സമയമായിരുന്നു. ലാലി ലാലി ഹിറ്റായി. അപ്പോൾ ലാലി ലാലിക്ക് കിട്ടുന്ന ഒരു പുരസ്കാരമാണ് അത്. ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു പുരസ്കാരം തന്നെയാണ്, സ്പെഷ്യൽ ജൂറി മെൻഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഈ ഒരു അവാർഡ് കിട്ടിയപ്പം അതും വളരെ സ്പെഷ്യലാണ്.
ഇതിപ്പോൾ എം ജയചന്ദ്രൻ സാറാണ് ഇതിലേക്ക് പാടാൻ വിളിച്ചതെന്നൊക്കെ അന്നൊക്കെ മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിലൂടെ കേൾക്കാൻ സാധിച്ചു. അപ്പോൾ അന്ന് വിളിച്ചപ്പോൾ അന്ന് പറയുന്നുണ്ടായി ഞാൻ പകുതി വെച്ച് പാടിയിട്ട് ഇറങ്ങി പോരുന്നതാണ്, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ അതെന്തായിരുന്നു സംഭവം? അതൊന്നുമില്ല. അത് സാർ പാടാൻ വിളിക്കുമ്പോൾ എനിക്ക് ട്രാക്ക് തന്നിരുന്നു പാടാൻ വേണ്ടിയിട്ട്. അപ്പം ട്രാക്ക് പാടിയപ്പോൾ തന്നെ സാറായിരുന്നു അത് പാടിയിട്ടുള്ളത് ട്രാക്ക്. അപ്പോൾ ആ പാട്ടിൻ്റെ ലാസ്റ്റ് പോർഷൻ ഒക്കെ ട്രിക്കി ആയിട്ടുള്ള സ്വരങ്ങളും ജതികളും ഒക്കെ ഉള്ളൊരു പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ ഒരു പെപ്പി നമ്പർ, നല്ല രസമുള്ളൊരു ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പെപ്പി നമ്പർ എന്ന് തോന്നുമെങ്കിലും വെരി എൻഡ് ഭയങ്കര ട്രിക്കി സ്വരങ്ങളും ബുദ്ധിമുട്ടാണ്, പാടി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. സെമി ക്ലാസിക്കലുമാണ്. ആ ചടുലത അങ്ങനത്തെ ഒരു ഭാവം കൊണ്ടുവരണം, ഒരു പെപ്പി ആ ഒരു ഭാവം കൊണ്ടുവരണം. അറ്റ് ദ സെയിം ടൈം സെമി ക്ലാസിക്കലുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചാലഞ്ചിങ് ആണെന്ന് എനിക്ക് കേട്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ എന്തായാലും നമ്മളെ തേടി വന്നിട്ടുള്ള ഒരു സോങ് ആയതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യണം എന്നുള്ളൊരു അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് സ്റ്റുഡിയോയിൽ പോയി പാടി തുടങ്ങിയപ്പോഴും എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് വരുന്നില്ലായിരുന്നു. ഞാൻ പാടുന്നത് ശരിയാവുന്നുണ്ടോ, എന്തോ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് എനിക്കും ഫീൽ ചെയ്തു. അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് പറ്റുമെന്ന് തോന്നില്ല, എനിക്ക് പറ്റിയൊരു പാട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല, സോ ഞാൻ ക്വിറ്റ് ചെയ്യാണ് പറഞ്ഞു. എനിക്ക് സാർ ഒരു 2-3 സെക്കൻഡ് ഒന്നും മിണ്ടിയില്ല. എനിക്ക് തോന്നുന്നു സാറിനോട് ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ പറയണമെന്ന് തോന്നുന്നു. ഇത്രയും നല്ലൊരു പാട്ട് പാടാൻ വിളിച്ചിട്ട് അവസരം കിട്ടിയിട്ട് എനിക്ക് എത്ര വേണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു, എത്ര കഷ്ടപ്പെടാനും റെഡിയായിരുന്നു. പക്ഷേ എനിക്ക് ആകെ ഒരു കൺസേൺ എന്താ വെച്ചാൽ, സാറെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു മനുഷ്യൻ നമുക്ക് വേണ്ടി സമയം കളയുന്നതായിരുന്നു എൻ്റെ ടെൻഷൻ. അപ്പോൾ സാറ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല മൃദുവിൻ്റെ ടാലൻറ്റിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്, വിശ്വാസം ഉള്ളത് കൊണ്ടാണ് മൃദുവിനെ തന്നെ ഞാൻ വിളിച്ചത് പാടാൻ. അപ്പോൾ മൃദുവിന് പറ്റും, ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ് കുറേ പേരുടെ കഥകളും അങ്ങനെ ഇൻസ്പയറിങ് സ്റ്റോറീസൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ പാടുന്നത്. പിന്നെ പാടിയപ്പോൾ അത് ഓക്കെ ആയി ഉണ്ടായിരുന്നു, ദൈവാനുഗ്രഹം. അപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ക്രെഡിറ്റ് എം ജയചന്ദ്രൻ സാറിന് തന്നെയാണ്. ഞാൻ പാടാതെ ഇറങ്ങി ഇപ്പം ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സാർ ഓക്കെ ശരി പൊക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ വേറെ മറ്റൊരാൾ പാടി അത് അവർക്ക് അവാർഡ് കിട്ടുമായിരുന്നു. തീർച്ചയായും ഒരുപാട് സിംഗേഴ്സ് ഉള്ള കാലഘട്ടമാണല്ലോ. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു അവാർഡ് സാറിൻ്റെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് കലോത്സവ വേദികളിലൂടെയൊക്കെ ആണല്ലോ ഈ പാട്ടിൻ്റെ ലോകത്തേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം കൈരളിയിലെ പ്രോഗ്രാമാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ ഈ സ്കൂൾ കലോത്സവം, യൂത്ത് ഫെസ്റ്റിവൽസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ, സംസ്ഥാന യുവജനോത്സവം, അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനുശേഷം കൈരളിയിൽ ഏഷ്യനെറ്റിലാണ് ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷമാണ് കൈരളി. എല്ലാ റിയാലിറ്റി ഷോസിലും മിക്കവാറും എല്ലാത്തിലും പോയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ ജനിച്ച് വളർന്നത് ഒരു സാധാരണ ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഈ കുട്ടീനെ എങ്ങനെയെങ്കിലും ഒരു പാട്ടുകാരിയാക്കണം, എല്ലാവരും അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാക്കണം എന്നൊരു ലക്ഷ്യം. പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നോ? പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവർക്ക്. അപ്പോൾ അതിൻ്റെ ആകെ ഒരു വഴി അവർ കാണുന്നത് ഈ പറഞ്ഞ ഷോസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൊരു വഴി. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ റിയാലിറ്റി ഷോസിലും പോയി പങ്കെടുത്തത്. അല്ലെങ്കിൽ സമ്മാനം വാങ്ങുക, അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങുക, അങ്ങനത്തെ ഒരു ലക്ഷ്യമായിരുന്നില്ല. എല്ലാവരുടെയും മലയാളികളുടെ അടുത്തേക്ക് നമുക്ക് എത്തിച്ചില്ല, എല്ലാ ലോക മലയാളികളുടെ മുന്നിൽ നമ്മുടെ പാട്ട് അവതരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെയാണ് പല പല റിയാലിറ്റി ഷോസിൽ ചെന്നപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെ? ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും മകളെ ഒരു നല്ല പാട്ടുകാരി ആക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നടന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സപ്പോർട്ട് ഉണ്ടാവുമെന്നറിയാം. ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ്? അപ്പോൾ ഒരു സോങ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടോ? എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ സപ്പോർട്ട് ചെയ്തോ അതുപോലെ തന്നെയാണ് ഹസ്ബൻഡും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു എനിക്ക് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു
ബുദ്ധിമുട്ടോ എൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവാണ്, ഒരുപാട് സജഷൻസ് ഒക്കെ തരാറുണ്ട്, സോങ് സെലക്ഷൻ്റെ കാര്യമാണെങ്കിലും. പിന്നെ പുള്ളി എനിക്ക് നല്ല ഫ്രീഡം തരാറുണ്ട്. മൃദുലയ്ക്ക് എന്താ തോന്നുന്നത്, പാട്ടിൻ്റെ കാര്യം ആയതുകൊണ്ട് മൃദുലയ്ക്ക് ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക. അപ്പം അതുകൊണ്ട് മൃദുല തന്നെ തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ഫ്രീഡം തരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും സോങ്സ് സെലക്ട് ചെയ്ത് തരാണ്, അതായത് ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട പാട്ട് ഇന്നതാണ് അതുകൊണ്ട് അത് പാടണം എന്നുള്ള ചില അറിയാമല്ലോ, ചില ഫാമിലിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറിയ ഇതൊന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാവാറുണ്ടോ? സജഷൻസ് പറയാറുണ്ട്. ഇന്ന പാട്ട് പാടിയാൽ നന്നായിരിക്കും, മൃദുലയ്ക്ക് നന്നായിരിക്കും അത്. അങ്ങനെ കുറേ സജഷൻസ് ഒക്കെ. പുള്ളിക്ക് ഇഷ്ടമുള്ള സെമി ക്ലാസിക്കൽ സോങ്സാണ് കൂടുതലും ഇഷ്ടം ആൾക്ക്. അപ്പം അങ്ങനത്തെ പാട്ടൊക്കെ, ഈ പാട്ട് കേട്ടിട്ടുണ്ടോ, ഈ പാട്ട് നന്നായിരിക്കും, സ്റ്റേജിൽ നന്നായിരിക്കും, അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ട് പല പാട്ട്. 19-ാം നൂറ്റാണ്ടിലെ പാട്ടിനായിരുന്നല്ലോ നമുക്കിപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു 2 വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ. മയിൽപ്പീലിളകുന്നു കണ്ണാ, മധുമാരി ചൊരിയുന്നു കണ്ണാ, മണിമാരിൽ പ്രിയമോടെ കണ്ണാ, ഈ വനമാലയണിയോ നീ കണ്ണാ, മാധവൻ യദുനന്ദനൻ പ്രിയമാനസൻ ഹരിമുരളി തഴുകുമൊരു മയിൽപ്പീലി. ഓക്കെ. അപ്പോൾ ലാലിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അന്ന് ഇപ്പോഴും, അതായത് നമുക്കറിയാം ചില പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഒരു ഹിറ്റായിട്ട് നിൽക്കും, എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറി അടുത്ത പാട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കാലം കഴിയും. ഈ ലാലിയൊക്കെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും മൃദുലയുടെ വോയിസാണ് തിളങ്ങി നിൽക്കുന്നത് ലാലിയിലൂടെ. അപ്പോൾ ഈ ലാലിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ലാലിയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ എം ജയചന്ദ്രൻ സാറിൻ്റെ 2 പാട്ടുകൾ ഞാൻ വേറെ പാടിയിട്ടുണ്ട്. പക്ഷെ അത് പോപ്പുലർ ആയിട്ടില്ല. ഹിറ്റ് ആവുന്നത് ലാലിയാണ്. അപ്പോൾ ആ സാറിൻ്റെ ആദ്യം സാറിന് വേണ്ടി പാടുന്ന പാട്ട് 7-ാം സൂര്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു അധികം പോപ്പുലർ ആവാത്തൊരു മൂവിയാണ്. ആ മൂവിയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് ശരത് സാറിൻ്റെ ഒരു പാട്ട് കേട്ടിട്ടാണ് സാർ എന്നെ വിളിക്കുന്നത്, എം ജയചന്ദ്രൻ സാർ വിളിക്കുന്നത്. ആ ശരത് സാറിൻ്റെ പാട്ട് ഈവൻ മേഘരൂപൻ എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടിയിട്ടുള്ളൊരു സോങ് ആയിരുന്നു, ഓ മറിമായൻ കവിയല്ലേന്ന്. അതൊരു ഭയങ്കര ഫോക്കിഷ്, കളിച്ച് ചിരിച്ച് അങ്ങനത്തെ ഒരു പാട്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് ഭയങ്കര എക്സ്പ്രസീവായിട്ട് പാടുന്ന ഒരു പാട്ടും കൂടിയാണ്. അപ്പോൾ ആ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് സാർ എന്നെ പാടാൻ വിളിക്കുന്നത്, എം ജയചന്ദ്രൻ സാർ. അപ്പോൾ ഈ 2 പാട്ട് പാടിയതിന് ശേഷമാണ് ലാലിയിലേക്ക് എത്തുന്നത്. ഓ മറിമായൻ കവിയല്ലേ അല്ലേ? അല്ല, ലാലി. ഓക്കെ. ലാലി 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 ലേലോ. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോണ്ടിരിക്കാൻ തന്നെ. താങ്ക് യു. അപ്പോൾ എന്താണ് മൈത്രേയ വാര്യറിന്റെ വിശേഷങ്ങൾ? മൈത്രി വാര്യറിന്റെ വിശേഷങ്ങൾ ലാലി കേൾക്കുമ്പോൾ ചോദിക്കണമല്ലോ. ലാലി ആയിട്ട് മൈത്രിക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഞാൻ മാത്തുവിനെ വിളിക്കാം വീട്ടിൽ ഞങ്ങൾ. അപ്പം മാത്തുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര വയലൻ്റ് ആയിരുന്നു കേട്ടോ ആള്. അപ്പോൾ 3rd ട്രൈമിസ്റ്ററിലൊക്കെ
ഇപ്പം അറിയില്ലേ കുട്ടികൾ ഇങ്ങനെ കിക്ക് ചെയ്യും ആ ഹാ ഹാ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അറിയാം. അപ്പോൾ ഇവളും ഭയങ്കര കിക്കിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ആണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും മേരി കോം എന്നാണ് ഞാൻ വിളിക്കാറ്. അപ്പോൾ ഇങ്ങനെ കിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്താ ഡോക്ടർ ഭയങ്കരമായിട്ട് കിക്ക് ചെയ്യണോ, എന്താ ചെയ്യുക, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ അതിന് ചോദിക്കാറുണ്ട്. അപ്പം ഡോക്ടർ നമ്മൾ ആൾ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കാം കേട്ടോ എന്നൊക്കെ പറയും തമാശയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഭയങ്കരമായിട്ട് കിക്ക് ചെയ്യണ സമയത്ത് അമ്മ അങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ലാലി ലാലി ഒന്ന് പാടി നോക്ക്, ആളെന്താണ് റെസ്പോൺസ് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പാടി കൊടുത്തപ്പോൾ കിക്കൊക്കെ നിർത്തി ആൾ ഭയങ്കര മിടുക്കിയായിട്ട് സൈലൻ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കിക്ക് വരുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് പാടി കൊടുക്കും. അപ്പോൾ ആൾ ഭയങ്കര ശരിക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട് പല സമയത്തും. അപ്പോൾ ഈ പണ്ടുള്ള ആളുകളൊക്കെ പറയുന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. എന്താ അഭിമന്യുവിൻ്റെ ഒക്കെ കഥ അല്ലേ. ഡോക്ടറോട് പറഞ്ഞായിരുന്നോ ഈ ഒരു ഇൻസിഡന്റിന്റെ കാര്യം? ഞാനെപ്പോഴും പരാതി പറയുന്നത് കുട്ടി ഭയങ്കര കിക്കാണ്, ഒരു രക്ഷയില്ല, പുള്ളി ദൂരെയാണ്. അപ്പോ ശരി ശരി അനുഭവിക്കും എന്നൊക്കെ പറയും അവിടുന്ന്. അപ്പൊ എനിക്ക് ദേഷ്യം വരും. ആള് ഇപ്പൊ എത്രയാ പഠിക്കുന്നത്? ഇപ്പം 7 വയസ്സ് സെക്കൻഡില്. ഓക്കെ. ആളും പാട്ടിന്റെ ലോകത്തേക്ക് തന്നെ വരാനാണോ ആളുടെ താല്പര്യം? അറിയില്ല, അവളിപ്പോ പാടുന്നുണ്ട്, അവളെ ഇഷ്ടം പോലെ, അവൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ വരട്ടെ. എനിക്ക് പാട്ടുകാരി ആവണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇനിയിപ്പോൾ അവൾക്ക് എന്താ ഇഷ്ടം എന്നറിയില്ലല്ലോ. അപ്പോൾ ജനിച്ചതൊക്കെ കോഴിക്കോടായിരുന്നില്ലേ? കോഴിക്കോട്. അപ്പോൾ ഒരു കോഴിക്കോടുകാരി എന്ന നിലയിൽ കോഴിക്കോട് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ അറിയാലോ അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഫുഡാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? കോഴിക്കോട് കിട്ടുന്ന ബോണ്ട ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ അവിടെ പോകുമ്പോൾ കഴിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഇവിടെ നമ്മുടെ തെക്കൻ ഭാഗത്തേക്ക് ബോണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സ്വീറ്റ് അല്ലേ, അതിൻ്റെ ഉള്ളിൽ ശർക്കര അതൊക്കെ ഇട്ടിട്ട്. ഇത് അങ്ങനെയല്ല, കോഴിക്കോടത്തെ ബോണ്ട പറയുമ്പോൾ മസാല മറ്റേ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ നല്ല രസമാണ്. വെള്ളം വരുന്നു വായിൽ. കോഴിക്കോടത്തെ ബോണ്ട ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെന്താ മസാല ദോശ, ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഏതാ ഏറ്റവും ഇഷ്ടം? അമ്മ ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണ്, ഒന്നും എനിക്ക് ഇഷ്ടമല്ലാന്ന് ഒന്നും തിരിച്ചു പറയാനൊന്നുമില്ല അല്ലേ? ഇല്ല. സദ്യ ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കണം. കുക്ക് ചെയ്യുമോ? കുക്ക് ചെയ്യും. എങ്ങനെ ഹസ്ബൻഡൊക്കെ ഹാപ്പിയാണോ ആ ഒരു കാര്യത്തിൽ? ഹാപ്പി ആണെന്ന് തോന്നുന്നു. അത് പുള്ളിയോട് ചോദിക്കണം. അതെ, പുള്ളിയോട് ചോദിക്കണം. ഇപ്പോൾ എനിക്ക് മെയ്ഡ് ഉണ്ട്, ചേച്ചിയാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ പറയുന്ന മെനു ആയിരിക്കും. ഇപ്പോൾ പുള്ളിക്കാരി ഞാൻ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്, ഇന്ന സാധനങ്ങൾ. ഞാൻ വെജാണ് കൂടുതലും കഴിക്കുന്നത് നമ്മൾ. അപ്പോൾ വെജിറ്റേറിയൻ ഡിഷസൊക്കെ പുള്ളിക്കാരിയെ പഠിപ്പിച്ചു. ഒന്നും അറിയില്ലായിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഞാനാണ് റെസിപ്പിയൊക്കെ പറഞ്ഞെടുത്ത് അവരാണ് ഇപ്പോൾ ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ ഒരുപാട് കവർ സോങ്സുകളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അത് ഈ പറഞ്ഞ കണക്ക് അടിച്ചു മാറ്റി ചെയ്യുക എന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അടിച്ചു മാറ്റമല്ലല്ലോ. അപ്പോൾ അടിച്ചു മാറ്റുക എന്ന് പറയണമെങ്കിൽ നമ്മളൊരു പാട്ടിൻ്റെ ട്യൂണെടുത്ത് പുതിയൊരു പാട്ട് ഉണ്ടാക്കുമ്പോഴാണ് അത് അടിച്ചു മാറ്റലാവണത്. ഇതെന്താ വെച്ചാൽ അതേ പാട്ട് തന്നെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് അതിൻ്റെ നമ്മുടെ ഒരു രീതിയിൽ നമ്മുടെ സ്റ്റൈലിൽ പാടുന്നു എന്നേ ഉള്ളൂ, ട്രീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പിള്ളേർക്ക് ഇങ്ങനെ ചാൻസസും കിട്ടിയിട്ടുണ്ട് ഈ കവർ സോങ്സ് ഒക്കെ. എനിക്ക് തോന്നുന്നു കുറേ പേരുണ്ട്, ഹരിശങ്കർ, നിത്യ, അവരുടെയൊക്കെ കവേഴ്സൊക്കെ കേട്ടിട്ടാണ് മൂവിയിലേക്ക്. നിത്യമാമൻ. അങ്ങനെ ഒരുപാട് പേര് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട് കവർ സോങ്സ് വഴി. അന്ന് മൂവിയിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വല്ലതും ഉണ്ടായിരുന്നു? മൂവിയിൽ പാടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു? പിന്നെ ആഗ്രഹമില്ലാത്ത ആരാണ്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൂവി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ ഒരു സമയത്ത് മൂവിയിലേക്ക് ഇപ്പോഴത്തെ ഒരു സമയം പോലെ ഒരുപാട് പേർക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു സമയമായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടും, എന്താണ് ഇതിലേക്ക് പോകാനുള്ളൊരു വഴി എന്നുള്ളത് ക്ലിയർ അല്ല. പിന്നെ ആരും തന്നെ നമ്മുടെ ഫാമിലിയിലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആരും ഇല്ല. അപ്പോൾ ആരും പറഞ്ഞു തരാനില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആകെ ഒരു വഴി റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ റിയാലിറ്റി ഷോ വഴിയാണ് മൂവിയിലേക്ക് ചാൻസസ് ഒക്കെ കിട്ടുന്നത്. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അതിലൊരു ജൂറി ആയിരുന്നു അൽഫോൺസ് സാർ.
ഓക്കെ. അമൃത ടി വിയിൽ ആയിരുന്നു സാർ ജഡ്ജായിട്ട് വന്നത്. അപ്പം ആ ഷോൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പാട്ടുണ്ട്. ബിഗ് ബി എന്ന് പറഞ്ഞ മൂവിക്കാണ്, മമ്മൂക്കയുടെ മൂവിയാണ്. ആദ്യം പാടുന്ന ബിഗ് ബി ഡെബ്യൂ മൂവി മമ്മൂക്കയുടെ മൂവിയാണ്. അപ്പോൾ അതിലേക്കാണ് ഒരു ഡിവറ്റ് സോങ് ആണ്. അൽഫോൺസാറും ഞാനും ചേർന്ന് പാടുന്ന ഒരു ഡിവറ്റാണ്. അതാണ് ആദ്യമായിട്ട് പാടുന്നത്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഞാൻ പാടിയതോ? ഫേവറേറ്റ് സാധനം ഉണ്ടാവുമല്ലോ. ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവുമല്ലോ. കുറേ പാട്ടുകളുണ്ട്. ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഓഫ്കോഴ്സ് ലാലി ലാലി, മഴയെ തുമഴയെ, ഒരു മെഴുതിരിയുടെ, പിന്നെ ആരും കേൾക്കാത്ത കുറേ പാട്ടുകളുണ്ട് കേട്ടോ. പാടിയിട്ടുണ്ട്, പക്ഷെ അത് പോപ്പുലർ അല്ല. അങ്ങനെ കുറേ സോങ്സ് ഉണ്ട്. അളിവേണി ചുരുൾ വേണി ആകെ, പിന്നെ ഹൃദയത്തിൻ നിറമായി. അപ്പം അങ്ങനെയുള്ള ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് ആരും ഈ പറഞ്ഞ കണക്ക് ഒരുപാട് പോപ്പുലർ ആവാത്ത ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ടുണ്ട്. ഓക്കെ. അളിവേണി ചുരുൾ വേണിയാകെ, മണമോലും മലർമാല ചൂടി, കസവാട കതിരാട മീതേ, കളകാഞ്ചി മണികാഞ്ചി ചാർത്തി, കതിർമണ്ഡപത്തിനു മേലെ കനകത്തിടമ്പെന്ന പോലെ, വരുനീ കമനീ ശുഭമീ വലതു പദമളിവേണി, അളിവേണി ചുരുൾവേണിയാകെ, മണമോലും മലർമാല ചൂടി. ഓക്കെ. അവിടെ എവിടെയോ ഒരു സാമ്യം, ആരുടെയോ ഒരു വോയിസിനോട് സാമ്യം തോന്നുന്നുണ്ട്. അറിയാതിരിക്കുമല്ലോ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനല്ലാതെ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ തോന്നുന്നേ? എന്താ പറയുക, ഭയങ്കര സന്തോഷമല്ലേ. അത്രയും വലിയൊരു ലെജൻഡറി സിംഗറാണ്. അപ്പോൾ പുള്ളിക്കാരിയായിട്ട് കമ്പയർ ചെയ്യുന്നത് വരെ നമുക്കൊരു വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിലേക്ക് വരിക എന്ന് പറയുന്നത്, എന്താ പറയുക, ക്വാളിറ്റിയിലേക്ക് വരണം. വലിയൊരു കാര്യമാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠനത്തിൽ എഞ്ചിനീയർ ആവേണ്ട ആളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു എഞ്ചിനീയർ ലൈഫും ഇപ്പോഴത്തെ ഈ ഒരു ലൈഫും ഏതായിരിക്കും ബെറ്റർ? ഇപ്പോൾ ഞാൻ ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തെങ്കിലും ചിലപ്പോൾ മനസ്സിൽ അയ്യോ ബാക്കിയുള്ളവരൊക്കെ പാടുന്ന കാണുമ്പോൾ ചിലപ്പം വിഷമം തോന്നും. സ്വാഭാവികമായിട്ട് എന്തായാലും തോന്നും. അപ്പോൾ എന്തുകൊണ്ടും ഇത് തന്നെയാണ് നല്ലത്. എൻ്റെ ബ്രദർ ഇതേപോലെ എൻജിനീയർ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ എപ്പോഴും പറയാറുണ്ട്, നീ ഒരിക്കലും എൻജിനീയർ ആവരുത്, ആ ഒരു വഴിയിലേക്ക് പോവരുത്, എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. തീർച്ചയായിട്ടും. അപ്പോൾ എപ്പോഴും ഏട്ടൻ എപ്പോഴും അങ്ങനെ ഉപദേശിക്കാറുണ്ട്. അപ്പോൾ ചേട്ടനും നല്ലോണം പാടുമെന്ന് ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ ചേട്ടൻ പാടുന്ന കണ്ടിട്ടാണോ ഈ ഒരു ഫീൽഡിലേക്ക് വരണം എന്ന് തോന്നിയത്? തീർച്ചയായിട്ടും എനിക്ക് പാടണമെന്ന് തോന്നിയത്? തീർച്ചയായിട്ടും. കുട്ടിക്കാലം മുതൽ തന്നെ ഏട്ടൻ കൊണ്ടുതരുന്ന കാസറ്റ്സ്, പാട്ടുകളൊക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഏട്ടനാണ് ഓരോ പാട്ടും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ന പാട്ടുണ്ട് നീ അത് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിൽ വലിയൊരു പങ്കുണ്ട് ഈ ഒരു കരിയർ ചൂസ് ചെയ്യാൻ. ഇങ്ങനെ ഒരു ലോകം അറിയുന്ന ഒരു പാട്ടുകാരിയാവാൻ അതെ, ഏട്ടന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതൊക്കെ പ്രോജക്ട്സ് ആണോ ഉള്ളത്? ഇപ്പോൾ ഇനി ഏറ്റവും ആദ്യം എടുത്ത് പറയാനുള്ളത് വിദ്യാസാഗർ സാറിന് വേണ്ടിയിട്ടൊരു പുതിയൊരു പടത്തിൽ പാടിയിട്ടുണ്ട്. നല്ലൊരു പെപ്പി നമ്പറാണ്, പെപ്പി മെലഡി എന്ന് പറയും, അതുണ്ട്. പിന്നെ അത് മാത്രമല്ല പുതിയ നല്ല കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ നല്ല പാട്ടുകളുമാണത്. അപ്പോൾ അതൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏത് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഫാസ്റ്റ് നമ്പർ ആണോ അതോ റൊമാൻറ്റിക് ആണോ? അങ്ങനെയില്ല, ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് എല്ലാ ജോണേഴ്സും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പാടാനും ഇഷ്ടമാണ്, പക്ഷെ എത്രത്തോളം പാടി വലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ചില സമയത്തൊക്കെ അറബിക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചില പാട്ടുകളൊക്കെ കേൾക്കാൻ. അപ്പോൾ അതിന് ചില ന്യൂആൻസസ് ഒക്കെ നമ്മുടെ ത്രോട്ടിൽ വരാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് വീട്ടിലേക്ക് ഇരുന്നിട്ട് പാടിയൊക്കെ നോക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്.
പിന്നെ സെമി ക്ലാസിക്കൽ മെലഡി, ഓഫ് കോഴ്സ് മെലഡി എല്ലാവരും എന്നോട് പാടണം എന്ന് പറയാറുള്ളത് മെലഡിയാണ് കൂടുതലും. പിന്നെ സ്റ്റേജ് ഷോസിൽ നമ്മളെല്ലാം പാടണമല്ലോ, എല്ലാ കൈൻഡ് ഓഫ് സോങ്സും നമ്മൾ പാടാറുണ്ട്. സെമി ക്ലാസിക്കൽ, മെലഡി, ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ പെർഫോം ചെയ്യണമല്ലോ. നമുക്കൊരു ഫാസ്റ്റ് നമ്പർ പാടാൻ പറ്റുമോ? Okay. I know you want it, but you're never gonna get it. तेरे हाथ कभी ना आनी, मन न माने कोई दुनिया ये सारे मेरे इश्क की है दीवानी. अब दिल करता है हौले हौले से मैं तो खुद को गले लगाऊं. किसी और के मुझको ज़रूरत क्या, मैं तो खुद से प्यार जताऊं. What's my name? What's my name? What's my name? My name is Sheila, Sheila की जवानी. I'm too sexy for you, मैं तेरे हाथ ना आनी. Oh no no Sheila, Sheila की जवानी. I'm too sexy for you, मैं तेरे हाथ ना आनी. എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് നമ്പറും നല്ല രീതിയിൽ ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ പാടുന്നുണ്ടല്ലോ അതും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ നല്ല ഷോസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? പ്രാക്ടീസ് ചെയ്യണമല്ലോ നമ്മൾ. പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ്. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അതിന് എങ്ങനെയാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഷെഡ്യൂളോ? ഇപ്പോൾ സ്ഥിരം പാട്ട് പാടുന്ന ഒരാളാവുമ്പോൾ, ഇപ്പം മിക്കപ്പോഴും ഷോ ഉള്ള ഒരാളാവുമ്പോൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രത്യേകിച്ച് ടൈമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡെയിലി എന്താ പറയുക, ഇത്ര സമയം അല്ലെങ്കിൽ രാവിലെ ഇന്ന സമയം അങ്ങനെയൊന്നും ഞാനൊരു കണക്ക് വെക്കാറില്ല. അങ്ങനെ കണക്ക് വെച്ചാൽ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമുക്ക് 10 മണിക്കാണ് റിഹേഴ്സൽ വെക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ചിലപ്പോൾ റെക്കോർഡിങ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ആ ദിവസം ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ സമയം കിട്ടുമ്പോൾ നീറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ ചിന്തിക്കാറുള്ളത് എപ്പോഴും. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ഈ അറ്റാക്ക് ഒന്നും അധികം ഏൽക്കേണ്ടി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള പല പല കഥകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് മൃദുല വാര്യറിന്റെ ഒരു അഭിപ്രായം? ഞാൻ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലായിരുന്നു. ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ തന്നെ ഇപ്പോൾ അടുത്താണ് ഞാൻ ഓപ്പൺ ചെയ്തു. പക്ഷേ അതിൽ പോസ്റ്റൊന്നും ഇടാറില്ലായിരുന്നു. പിന്നെയാണ് എല്ലാവരും പറഞ്ഞു തുടങ്ങി പോസ്റ്റൊക്കെ ഇടണം, ഇത് വെറുതെ ഓപ്പൺ ചെയ്ത് വെക്കാനുള്ള സാധനമല്ല. അപ്പോഴാണ് ഞാൻ ഓക്കെ ശരി പോസ്റ്റൊക്കെ ഇടാം, ഫോട്ടോസൊക്കെ ഇടാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു വലിയ അറ്റാക്കൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരിക്കാം, എന്തോ ദൈവാനുഗ്രഹം. ഇപ്പോൾ സ്വന്തമായിട്ടൊരു പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഒരു ത്രാണ എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ ഒരുപാട് പോപ്പുലർ ആയില്ല എന്ന് തോന്നുന്നു അല്ലേ? അത് വിചാരിച്ചത്ര പോപ്പുലർ ആയില്ല ഞാൻ. പക്ഷെ ഇപ്പോൾ നമ്മളൊരു വർക്ക് റിലീസ് ആക്കുന്ന സമയത്ത് പ്രൊമോഷൻ ചെയ്യും, അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. മാർക്കറ്റിംഗ്, സെൽഫ് മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നാച്ചുറലി കിട്ടിയിട്ടുള്ള വ്യൂസാണ് ഉള്ളത്. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഒരു മൂവി ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആണെങ്കിലോ എല്ലാവരും പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഈ ഇനിഷ്യലി ഇത്രയും വ്യൂസ്, 1 മില്യൺ വ്യൂസ് ഇത്രയും ദിവസം കൊണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ഓഫ് കോഴ്സ് ചെയ്യണമല്ലോ. അപ്പോൾ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ലേറ്റായിപ്പോയി അതൊക്കെ അറിഞ്ഞു വരുമ്പോഴത്തേക്കും. ഇപ്പോൾ കുറേ ദിവസവും കഴിഞ്ഞു. ഇനിയുള്ള പ്രോജക്ട്സിന് ചിലപ്പം ചെയ്യണം. ഇനി അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ പ്രോജക്ട്സ്? ഇപ്പോൾ ഒന്നും മൈൻഡിലില്ല. കാരണം ഈ കമ്പോസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം കമ്പോസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ കഷ്ടപ്പാട്. ചില്ലറ കളിയല്ല അത്. ഭയങ്കര അത് വലിയൊരു ടാലൻ്റാണ്. നമുക്കിങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പരിപാടി അല്ല എന്ന് മനസ്സിലായി. മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിലേക്ക് എത്തുമോ? അങ്ങനെ എനിക്ക് എത്തുമോ എന്ന ചോദ്യത്തിന്റെ പ്രസക്തി എത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് അല്ല, എനിക്ക് ആഗ്രഹം പാട്ടുകാരിയായിട്ട് ചെയ്യാനാണ്. അതാണ് എനിക്ക് അറിയുന്ന, വൃത്തിയായിട്ട് അറിയുന്ന ഒരു പരിപാടി അതാണല്ലോ. അപ്പം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കണത്. പിന്നെ ഇനി വല്ലപ്പോഴും നല്ല ട്യൂണൊക്കെ മനസ്സിൽ വരികയാണെങ്കിൽ
ചിലപ്പോൾ ചെയ്തുകൂടായില്ല. അങ്ങനെ ഉടനെ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഞാനൊരു വേറൊരു ക്വസ്റ്റ്യൻ പുറത്തുനിന്നൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ സ്ത്രീകൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ ഒരു സോങ് കൂടി ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി മണിപ്പൂരിൽ നടന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇന്ത്യയിൽ തുടർന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? എന്താ പറയുക, നമ്മളിപ്പോൾ പ്രതികരിച്ചിട്ട് എന്താ എന്നുള്ളതാണ്. ആദ്യമൊക്കെ വല്ലാതെ വിഷമം വരുമായിരുന്നു ഇങ്ങനെ ഓരോ ന്യൂസ് കാണുന്ന സമയത്തും. അങ്ങനെ വന്നൊരു പാട്ടാണ് ഈ ത്രാണ. വല്ലാതെ എനിക്ക് തോന്നുന്നു വാളയാർ കേസോ അങ്ങനെ ഏതോ ഒരു സമയത്താണ്, അങ്ങനെ വലിയ എന്തോ ഒരു സംഭവം നടന്ന സമയത്താണ് എനിക്ക് ഈ ഒരു പാട്ട് ചെയ്യണം എന്നുള്ളൊരു ആ ട്യൂണൊക്കെ പെട്ടെന്നായിരുന്നു വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷേ ഞാൻ ഈ പാട്ട് ചെയ്താലും ഇനിയിപ്പോൾ എത്രയെത്ര പാട്ടുകൾ ഇറങ്ങിയാലും എത്രയെത്ര ആളുകൾ ഇതിനെതിരെ പ്രതിഷേധിച്ചാലും ഇതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലല്ല. അപ്പോൾ എത്രത്തോളം പ്രതികരിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം പുതിയ ജനറേഷനിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ സ്കൂൾ ലെവലിൽ തന്നെ സ്കൂൾസിലും വീടുകളിലും കുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ പറഞ്ഞ് ബോധവൽക്കരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെപ്പോലെയുള്ളൊരു മനുഷ്യജീവിയുമാണ് സ്ത്രീകളും എന്നുള്ളൊരു പെൺകുട്ടികളും എന്നുള്ളത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൂടെ കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പം കേരളത്തിലൊക്കെ കുറേ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഇപ്പം നോർത്തിൽ ആ സൈഡിലൊക്കെയാണ് ഇപ്പം ഇത്രയും അക്രമം ഉള്ളത്. അപ്പം അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു സ്ത്രീ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു ശരീരം അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ കാണുന്നത്. നമ്മുടെ നാട്ടിലൊരു ശിക്ഷാരീതിയും അതിനൊരു ഇത് തന്നെയല്ലേ, ഒരു നല്ലൊരു വ്യക്തമായ ഒരു ശിക്ഷാരീതി അതാണ് ശിക്ഷാരീതി വളരെ മോശമായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട്, ഇപ്പം ഗൾഫിലൊക്കെ ക്രൈംസ് എത്ര കുറവാണ്. അവിടെ തലവെട്ടി കളയും, അത് എല്ലാവരും കാണിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ അത് നേരിട്ട് ലൈവായിട്ട് കാണുന്ന ഒരാൾക്ക് പോയിട്ട് ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാൻ തോന്നില്ല. അപ്പം അങ്ങനെ ഒരു ശിക്ഷാരീതി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതൊരു മാറ്റം ഉണ്ടാവാൻ നമുക്ക് ഉണ്ടാവണമെന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാരണം എന്താ വെച്ചാൽ എനിക്കൊരു മോളാണ്. ഓരോ ദിവസവും വളരെ ടെൻഷനോട് കൂടിയാണ് എല്ലാ അച്ഛനമ്മമാരും പെൺകുട്ടികളെ പുറത്തേക്ക് വിടുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒറ്റയ്ക്ക് പോകേണ്ട. ഇപ്പോൾ ഞാനാണെങ്കിലും പല സ്ഥലത്തും ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. പേടിയോടെയാണ് പോകുന്നത്. പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ പറ്റൂ. പിന്നെ സെൽഫ് ഡിഫെൻസ് ഒക്കെ പഠിക്കുക, കരാട്ടെ പഠിക്കുക. അതൊക്കെ നമ്മൾ പെൺകുട്ടികൾ കൂടുതൽ സ്ട്രോങ് ആവുക, ആ ഒരു സൈഡും. അപ്പോൾ ഓക്കെ, കൂടുതൽ സമയം കണ്ടെത്താറ് എന്തിനു വേണ്ടിയിട്ടാണ്? പാട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം കണ്ടെത്തുന്നത്? പാട്ടല്ലെങ്കിൽ ഓഫ് കോഴ്സ് മോളുടെ കാര്യങ്ങൾ, വീട്ടിലുണ്ടെങ്കിൽ അവളുടെ കാര്യങ്ങൾ, സ്കൂളിൽ പഠിക്കണ എന്താ പറയുക ഡെയിലി ലെസൺസ്. പിന്നെ ഞാൻ ദൂരെ ആണെങ്കിലും ഹസ്ബൻഡിനെ വിളിച്ച് പറയാറുണ്ട്. നമ്മൾ ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പിൽ പേരൻസിനെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഫ്രീ ആണെങ്കിൽ ഹസ്ബൻഡ് ഷെയർ ചെയ്യും, ഞാൻ ബിസി ആണെങ്കിൽ ഞാൻ ഹസ്ബൻഡ് ഷെയർ ചെയ്യും. അങ്ങനെ മോളുടെ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം നീറ്റായിരിക്കണം, വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. ചെറിയ സ്പേസ് ആണെങ്കിലും അത് നീറ്റായിരിക്കണം എന്നുള്ളൊരു താല്പര്യക്കാരിയാണ്. അപ്പോൾ എപ്പോഴും അടുക്കി വെക്കുക, സമയം കിട്ടുമ്പോൾ അത് ചെയ്യും. ഇപ്പോൾ മോള് അമ്മയുടെ ഏത് പാട്ടാണ് മോൾക്ക് ഏറ്റവും ഇഷ്ടം? മോളെപ്പോഴും പറയുന്നത് അമ്മ ഈ പാട്ട് എനിക്ക് പാടിത്തരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ അമ്മ ഈ പാട്ട് പാടിയാൽ ഞാൻ ഉറങ്ങത്തുള്ളൂ, അങ്ങനെയുള്ള വാശിയൊക്കെ ഉള്ള കൂട്ടത്തിലാണോ ആള്? വാശി പൊതുവെ ഭയങ്കര കുറവുള്ളൊരു ആളാണ്. പിന്നെ പാട്ട് ഇഷ്ടം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒരു പാട്ട് പറയുകയാണെങ്കിൽ നാളെ വേറൊരു പാട്ടായിരിക്കും പുള്ളിക്കാരി പറയാം. പിന്നെ ഞാൻ ഈ കവേഴ്സൊക്കെ ചെയ്തതിൽ സംഗീത ദേവത എന്ന് പറഞ്ഞിട്ടൊരു കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ളൊരു പാട്ടാണ് മധുര ജീവരാഗം, സുന്ദരി ഗാർഡൻസിന് വേണ്ടിയിട്ട് പാടി. ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മഴയെ തൂമഴയെ ഹൃദയത്തിൻ തിറമായി, ഇതൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എപ്പോഴും ചോദിക്കുന്ന പാട്ട് ഏതായിരിക്കും? അങ്ങനെയില്ല, ഓരോ ദിവസവും ലാലി ലാലി ഇഷ്ടമാണ്. പല അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന പാട്ട് അങ്ങനെ പറയാറില്ല. പല പാട്ടുകളും ഇഷ്ടമാണ്. പാട്ട് പൊതുവേ എല്ലാ പാട്ടുകളും ഒക്കെ ഇഷ്ടമാണ്.
എൻ്റെ പാട്ടല്ല, എൻ്റെ പാട്ട് മാത്രമല്ല ബാക്കി പാട്ടുകളും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിലൊരു പാട്ട് മോള് പാടാൻ പറയുന്നൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. അതിൽ അൽഫോൺസ് സാറിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ സുന്ദരി ഗാർഡൻ സാറിൻ്റെ മൂവിക്ക് വേണ്ടിയിട്ട് എനിക്കും ഒരുപാട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു, ഞാൻ പാടിയ പാട്ടുകളിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് മോൾക്കും വലിയ ഇഷ്ടമാണ്. മിഴിക്കൂടിനുള്ളിൽ വെയിൽ പൂവുണർന്നുവോ, പുലർക്കാലമായെന്നറിഞ്ഞുവോ, ഇളം മഞ്ഞുവാതിൽ പതുക്കെ തുറന്നുവോ, മനസ്സൊന്നു മെല്ലെ പറന്നുവോ, ഒരേ വാനിൽ ഏതേതു മേഘമായി സദാ നീങ്ങും കഥകളായിരം, മധുര ജീവരാഗം മതിമറന്നു പാടും കാതിനോരമായി അറിയാതെ ഈണമായി ചുവടറിഞ്ഞ താളം ചിറകു വീശി വേഗം നീലവാനിടം മതിമോഹ സുന്ദരം. അടിപൊളി അടിപൊളി. താങ്ക് യു. ആളെങ്ങനെ പഠിക്കാനൊക്കെ മിടുകയാണോ? പഠിക്കാൻ മിടുക്കിയാണ്, അതുകൊണ്ട് ടെൻഷൻസ് ഒന്നുമില്ല, പെട്ടെന്ന് പഠിക്കും. എവിടെ പാട്ട് പഠിക്കുന്നത്? അമ്മയുടെ ശിഷ്യത്തിൽ തന്നെയാണോ അതോ വേറെ പോകുന്നുണ്ടോ പഠിക്കാൻ, പാട്ട് പഠിക്കാൻ? എൻ്റെ ബ്രദർ പാടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ബ്രദറാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ബേസിക്സ് ഒക്കെ കർണാട്ടിക് ബേസിക്സ് ഒക്കെ ബ്രദറാണ് പഠിപ്പിക്കുന്നത്. പാട്ടുകൾ ഞാനും പഠിപ്പിക്കാറുണ്ട്. ചില ഫിലിം സോങ്സ് ഒക്കെ ഫീല് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, എക്സ്പ്രഷൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ ഇനി എന്നാ നാട്ടിലേക്ക്? ഓണമൊക്കെ നാട്ടിലാണോ? അല്ല, ഓണം ഇവിടെയാ, ഇവിടെ തന്നെയാണോ? എൻ്റെ പേരൻസ് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് ഓണം ഇവിടെ ആക്കാണ്. ഓക്കെ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ പാട്ട് പാടാനാണോ താല്പര്യം, അഭിനയിക്കാനും വല്ല താല്പര്യമുണ്ടോ? അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാട്ടാണ് എനിക്ക് വൃത്തിയായിട്ട് അറിയുന്നൊരു ജോലി. അപ്പോൾ അത് വൃത്തിയായിട്ട് കണ്ടിന്യൂ ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം, ചെറിയൊരു രീതിയിൽ അഭിനയിക്കണം എന്നുള്ളൊരു? അഭിനയം എന്ന് പറയുന്നത് അതും വലിയൊരു കലയാണല്ലോ. അപ്പം നമ്മൾ അഭിനയിക്കാൻ എനിക്കൊരു കഴിവുള്ളതായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ അഭിനയിച്ചിട്ട് ഞാൻ ഇപ്പം ആൽബംസിലും കവർ സോങ്സിലൊക്കെ അത് പിന്നെ അങ്ങനെയാണല്ലോ എല്ലാരും വലിയ വലിയ സിനിമകളിലേക്കൊക്കെ എത്തിപ്പെടാറ്. അറിയില്ല, ഞാൻ എന്താ വെച്ചാൽ അഭിനയം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ക്യാരക്ടറായി മാറണ്ടേ. അതൊക്കെ പിന്നെ ഞാൻ അഭിനയിക്കാന്ന് പറയുന്നത് ഏറ്റു കുടുങ്ങുമോ എന്നുള്ളൊരു അയ്യോ വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നില്ലേ ചിലപ്പോൾ. ഇപ്പൊ ഞാൻ കമ്പോസ് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അയ്യോ ഈശ്വര വേണമായിരുന്നോ. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കണേ എനിക്ക് ഏറ്റവും പറ്റിയ പണി പാടുക എന്നുള്ളതാണ്. ഇപ്പോൾ ജയചന്ദ്രൻ സാറിനെ പറ്റിയിട്ട് എന്ത് തോന്നുന്നു? ആ ഒരു ഫീൽ എങ്ങനെ? ഇപ്പോൾ സാറിൻ്റെ ഇതിൽ തന്നെ സാറ് വിളിച്ച പാട്ടിന് അവാർഡ് കിട്ടി. അയ്യോ എന്താ പറയാ, സാറിൻ്റെ ഒക്കെ സിനിമകളിൽ പാടാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഈ ഒരു ഫീൽഡിൽ തന്നെ എത്തിപ്പെടും തന്നെ സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് പാട്ടുകളൊക്കെ പാടിയിരിക്കുമ്പോഴാണ് സാറൊക്കെ പാടാൻ വിളിക്കുന്നത്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ് കരുതുന്നത്. സാറ് പാടാൻ വിളിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ സിംഗേഴ്സിനെ സാറ് സ്വന്തം ബ്രദറിനെയും സിസ്റ്ററിനെയും ഒക്കെ പോലെയാണ്, അല്ലെങ്കിൽ മകളെ പോലെ അങ്ങനെയൊക്കെയാണ് സാറ് കാണുന്നത്. ഭയങ്കര ഒരു ആത്മബന്ധം സാർക്ക് ഉണ്ടാവും സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ട്. എപ്പോഴും ആ ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടത്തോടെ സംസാരിക്കുകയാണെങ്കിൽ അത്രയും ഇഷ്ടത്തോടെ സംസാരിക്കും, അതുപോലെ ചീത്ത പറയുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് വഴക്ക് പറയുകയും ചെയ്യും. അപ്പോൾ അതെന്താ വെച്ചാൽ അത്ര സ്വന്തം കുട്ടി അല്ലെങ്കിൽ സ്വന്തം സിസ്റ്റർ എന്നുള്ള ഒരു ഫീലിംഗ് ആണ്. ഇത്രയും നേരം ഈ ഒരു തിരക്കിനിടയിലും നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും തുടർന്നും ഒരുപാട് അവാർഡുകളും ഒരു നല്ല പറഞ്ഞൊക്കെ ആക്ടിങ്ങിലൊക്കെ എത്താൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.